ഡിയേഴ്സ്, നമ്മുടെ ലക്കിക്കുട്ടിയാണ്. കിടക്കണ കിടപ്പ് കണ്ടാൽ നമ്മൾ വിചാരിക്കും അയ്യോ പാവം കഷ്ടമെന്ന്. പക്ഷേ എന്ത് പണി ചെയ്തിട്ടാണ് വന്ന് കിടക്കുന്നത് നിങ്ങളൊന്ന് നോക്ക്. എൻ്റെ ഒരു ഗ്ലിറ്റർ പേനയാണ്. അത് എടുത്തിട്ട് വന്നിട്ട് അത് ഏത് സൈഡിൽ നിന്ന് തുടങ്ങണമെന്ന് ആലോചിക്കുന്നുണ്ട്. ആദ്യം എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇനി എവിടെ നിന്ന് പണി തുടങ്ങാമെന്ന് ആലോചിക്കുകയാണ്. ഇവർക്ക് പേന, പെൻസിൽ, എറേസർ ഇത് മൂന്നും ഭയങ്കര ക്രേസാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവൾ വിടൂല, ആർക്കും തരുത്തുമില്ല. കുട്ടികളുടെ പെൻസിലൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ കടിച്ചത് അതിനെ നശിപ്പിച്ച് നമ്മുടെ കൈ തരും. അവരത് വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞോട്ട് കൊടുക്കത്തില്ല. ദേഷ്യപ്പെട്ട് മുഖമൊക്കെ ഇങ്ങനെ ദേഷിച്ച് നോക്കി അവരെ പേടിപ്പിക്കും. അപ്പം അവരതുകൊണ്ട് വാങ്ങിക്കാൻ പോകത്തില്ല. പിന്നെ ഞാൻ മാത്രം ചെല്ലുവാണെങ്കിൽ എൻ്റെ അടുത്ത് ഒന്നും കാണിക്കത്തില്ല. ഞാൻ തരാൻ പറഞ്ഞാൽ തരികയും ചെയ്യും, എടുക്കില്ലെന്ന് പറഞ്ഞാൽ എടുക്കുകയും ചെയ്യത്തില്ല. അത് ഞാൻ പറയുന്ന പോലെ അനുസരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അവളെ എന്തെങ്കിലും ചെയ്താലും ഒന്നും പറയത്തുമില്ല, വഴക്കൊന്നും അങ്ങനെ പറയാറുമില്ല. എൻ്റെ മോൾക്ക് ഭയങ്കര പരാതിയാണ്. അവൾ പറയുന്നത് അവൾ പെൻസിലൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നോക്കുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ വഴക്ക് പറയില്ല. അപ്പം ഞാൻ വഴക്ക് പറയുമ്പോൾ അവൾ പറയും ലക്കി പുതിയ പെൻസിലൊക്കെ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞാലും അമ്മ ഒന്നും പറയത്തില്ല, നമ്മൾ കൊണ്ട് കളഞ്ഞിട്ട് വരുമ്പോൾ നമ്മളെ മാത്രം വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതിയാണ്. നമുക്ക് ആ പേനയുടെ ഒരു കോലം നോക്കി രണ്ട് സൈഡും കടിച്ച് ചളുക്കി വെച്ചേക്കാണ്. എൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ പേനകളും ഇങ്ങനെ ആക്കി വെച്ചേക്കാണ്. എവിടെ കിട്ടിയാലും എവിടെ നിന്ന് പേന കിട്ടിയാലും എടുത്തിട്ട് വന്നിട്ട് ആ പേനയുടെ ക്യാപ്പും അതിൻ്റെ ചുവടുഭാവം കടിച്ച് ചണക്കി തരും. അത്രേ ചെയ്യത്തുള്ളൂ കേട്ടോ. പക്ഷേ ഈ പേനയ്ക്ക് അത്ര ഈഫിലറില്ല കേട്ടോ. അത് കഴിഞ്ഞ പേന ഓർഡർ മാത്രമേ ഉള്ളൂ. അത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. കടിച്ചിട്ട് ഇനി ഒന്ന് മസാജ് ചെയ്ത് തരാൻ വേണ്ടി കടന്ന് തരികയാണ്. ഞാൻ അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് കടന്നു തരികയാണ്. ഭയങ്കര സ്നേഹമാണ് ഇവക്ക്. എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാ പെറ്റുകൾക്കും അങ്ങനെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹത്തിന് ഡബിളായിട്ട് അവർ നമുക്ക് തിരിച്ചു തരുന്നത്. എനിക്കൊന്ന് വയ്യാതൊക്കെ ഞാൻ കിടക്കുക എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. എണീക്കെന്ന് പറയുന്നതാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ. താങ്ക് യു.